ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്വേർഡ് എസ്റ്ലിൻ കമ്മിങ്സ് എഴുതിയ മൈ സ്വീറ്റ് ഓൾഡ് എറ്റ്സെട്ര എന്ന പോയമാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. എഡ്വേർഡ് എസ്റ്ലിൻ കമ്മിങ്സ് കമ്മിങ്സ് വാസ് ആൻ ഐക്കണിക് 20th century American poet and painter famous for his radical experimentation with grammar, punctuation and ടൈപ്പോഗ്രഫി. കമ്മിങ്സ് 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രശസ്ത അമേരിക്കൻ കവിയും ചിത്രകാരനുമായിരുന്നു. വ്യാകരണം, ചിഹ്നം, ടൈപ്പോഗ്രഫി എന്നിവയിലെ സമൂലമായ പരീക്ഷണങ്ങൾക്ക് പേരുകേട്ടവനായിരുന്നു. ബോൺ ഇൻ കാംബ്രിഡ്ജ്, മസാച്യൂസെറ്റ്സ് ഇൻ 1894, he is best known for breaking traditional literary rules to create deeply emotional, visually striking poems about love and nature. 1894 മസാച്യൂസെറ്റ്സിലെ കാംബ്രിഡ്ജിൽ ജനിച്ച അദ്ദേഹം പ്രണയത്തെയും പ്രകൃതിയെയും കുറിച്ച് ആഴത്തിൽ വൈകാരികവും ദൃശ്യപരമായ ശ്രദ്ധേയവുമായ കവിതകൾ സൃഷ്ടിക്കുന്നതിനായി പരമ്പരാഗത സാഹിത്യ നിയമങ്ങൾ ലംഘിച്ചതിലൂടെയാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായത്. 1894 ഒക്ടോബർ 14 ജനിച്ച അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് BA, MA എന്നിവ നേടി. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അദ്ദേഹം ഫ്രാൻസിൽ ആംബുലൻസ് ഡ്രൈവറായി സന്നദ്ധ സേവനം നടത്തി. യുദ്ധവിരുദ്ധ വികാരങ്ങൾ കാരണം ചാരവൃത്തി ആരോപിച്ച് അദ്ദേഹത്തെ 3 മാസത്തേക്ക് ഒരു ഫ്രഞ്ച് ജയിൽ ക്യാമ്പിൽ തെറ്റായി തടവിലാക്കി. ഈ വേദനാജനകമായ പരീക്ഷണത്തെ അദ്ദേഹം തൻ്റെ ആദ്യ ഗദ്യകൃതിയായ ദി എനോർമസ് റൂം ആക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ നൂതനവും നിയമങ്ങൾ ലംഘിക്കുന്നതുമായ ശൈലി പ്രതിഫലിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ പേര് സാധാരണയായി ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം തൻ്റെ സ്വകാര്യ ഒപ്പുകളിൽ പരമ്പരാഗത വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെട്ടു. അതായത് കമ്മിങ്സ് ഉദാഹരണം. ഇനി അദ്ദേഹത്തിൻ്റെ തീംസ് നോക്കാം. ഹിസ് പോയം ഫ്രീക്വൻറ്റ്ലി ഇഗ്നോർഡ് സ്റ്റാൻഡേർഡ് ക്യാപിറ്റലൈസേഷൻ, ലേഔട്ട് ആൻഡ് സിൻടാക്സ് ടു ക്രിയേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് വിഷ്വൽ റൈത്തംസ്. Beneath his experimental formatting lay traditional romantic themes exploring love, individuality and nature. വ്യത്യസ്തമായ ദൃശ്യതാളങ്ങൾ സൃഷ്ടിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴും സ്റ്റാൻഡേർഡ് വലിയക്ഷരങ്ങൾ, ലേഔട്ട്, വാക്യഘടന എന്നിവ അവഗണിച്ചു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണാത്മക ഫോർമാറ്റിങ്ങിന് കീഴിൽ പരമ്പരാഗത റൊമാൻറ്റിക് തീമുകൾ ഉണ്ടായിരുന്നു. അവ പ്രണയം, വ്യക്തിത്വം, പ്രകൃതി എന്നിവ പര്യവേക്ഷണം ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി നോക്കാം. ഹി പബ്ലിഷ്ഡ് വെൽ ഓവർ 20 books ഓഫ് പ്രോസ്, പ്ലേസ് ആൻഡ് വേഴ്സ് alongside exhibiting his visual artwork. Some of his most celebrated poems include I Carry Your Heart With Me. ഗദ്യം, നാടകം, പദ്യങ്ങൾ എന്നിവയുമായി 20-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. കൂടാതെ തൻ്റെ ദൃശ്യകലാസൃഷ്ടികളും പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽ ചിലത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ എന്നോടൊപ്പം കൊണ്ടുപോകുന്നു എന്നതാണ്. ജീവിതത്തിൻ്റെ അവസാന ദശകങ്ങൾ ന്യൂയോർക്ക് നഗരത്തിനും ന്യൂ ഹാംഷെയറിലെ തൻ്റെ വേനൽക്കാല വസതിയായ ജോയ് ഫാമിനും ഇടയിൽ സമയം പങ്കിട്ടുകൊണ്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. 1962 അദ്ദേഹം അവിടെ വെച്ച് അന്തരിച്ചു. കമ്മിങ്സിൻ്റെ മൈ സ്വീറ്റ് ഓൾഡ് എറ്റ്സെട്ര എന്ന കവിത യുദ്ധത്തെയും ദേശസ്നേഹ ആദർശവാദത്തെയും കുറിച്ചുള്ള ആക്ഷേപഹാസ്യ വിമർശനമാണ്. ചെളി നിറഞ്ഞ കിടങ്ങുകളിൽ കഷ്ടപ്പെടുന്ന ഒരു പട്ടാളക്കാരനെ വീട്ടിൽ ബന്ധമില്ലാത്ത കുടുംബവുമായി താരതമ്യം ചെയ്യുന്നത് സംഘർഷത്തെ കാൽപ്പനികവൽക്കരിക്കുകയും തൻ്റെ മരണത്തെ ഒരു കുലീന ത്യാഗം മാത്രമായി കാണുകയും ചെയ്യുന്നവരാണ് അവർ എന്നാണ് ഈ കവിത പറയുന്നത്. ഇതിൽ യുദ്ധത്തിൻ്റെ ഭീകരവും ചെളി നിറഞ്ഞതുമായ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിനിടയിൽ ഭയാനകമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ കാമുകനെ ദിവാസ്വപ്നം കാണുന്നതായി സൈനികൻ കണ്ടെത്തുന്നു. കുടുംബത്തിൻ്റെ വിരോധാഭാസവും നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വീട്ടിൽ സുരക്ഷിതരാണ്, പക്ഷേ യുദ്ധകാല പോസുകളിൽ വളരെയധികം മുഴുകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മായി യുദ്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ നടത്തുന്നു.
സഹോദരി സൈനികർക്ക് അനന്തമായ സാധനങ്ങൾ കെട്ടുന്നു. മാതാപിതാക്കൾ കടമ, ധൈര്യം തുടങ്ങിയ അമൂർത്ത ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇനി നമുക്ക് എറ്റ്സെട്ര എന്ന വാക്കിൻ്റെ ഉപയോഗം നോക്കാം. കുടുംബത്തിൻ്റെ ക്ലീഷേ, യുദ്ധത്തെക്കുറിച്ചുള്ള ആഴമില്ലാത്ത ധാരണയെ പരിഹസിക്കൽ. കമ്മിങ്സ് എറ്റ്സെട്ര എന്ന വാക്ക് ആവർത്തിച്ചുപയോഗിക്കുന്നു. അവൻ എറ്റ്സെട്ര, അതായത് ധീരമായി മരിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ പദം അവൻ്റെ യഥാർത്ഥ ജീവിതത്തെ എത്രമാത്രം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇത് ഊന്നി പറയുന്നു. ഇനി അടുത്തത് പാരമ്പര്യേതര ശൈലി നോക്കാം. കമ്മിങ്സിൻ്റെ സിഗ്നേച്ചർ ശൈലിക്ക് അനുസൃതമായി കവിതയിൽ വളരെ പാരമ്പര്യേതര ചിഹ്നങ്ങൾ, വലിയ അക്ഷരങ്ങൾ ഇല്ലാത്തത്, തുടർച്ചയായ ഘടന എന്നിവ ഉപയോഗിക്കുന്നു. യുദ്ധത്തിൻ്റെ കുഴപ്പങ്ങൾ കാരണം ചിന്താഗതികൾ നിരന്തരം തടസ്സപ്പെടുന്ന ഒരു സൈനികനെ ഈ തിരക്കേറിയ ഫോർമാറ്റിംഗ് പ്രതിഫലിപ്പിക്കുന്നു. മൈ സ്വീറ്റ് ഓൾഡ് എറ്റ്സെട്ര ബൈ E. കമ്മിങ്സ് contrasts the romanticized patriotic rhetoric of a soldier's family on the home front with the gritty reality of the battlefield. While his family boasts of bravery and sacrifice, the speaker quietly ignores the war, choosing instead to dream of his lover. അതായത് കമ്മിങ്സിൻ്റെ മൈ സ്വീറ്റ് ഓൾഡ് എറ്റ്സെട്ര എന്ന കവിത ഒരു സൈനികൻ്റെ കുടുംബത്തിൻ്റെ ആഭ്യന്തര യുദ്ധമുഖത്തെ പ്രണയപരവും ദേശസ്നേഹപരവുമായ വാചാടോപ്പത്തെ യുദ്ധകളത്തിലെ ക്രൂരമായ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ധീരതയും ത്യാഗവും പ്രശംസിക്കുമ്പോൾ പ്രഭാഷകൻ നിശബ്ദമായി യുദ്ധത്തെ അവഗണിക്കുന്നു, പകരം തൻ്റെ കാമുകിയെ സ്വപ്നം കാണാൻ തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി കീ തീംസ് നോക്കാം. പാട്രിയോട്ടിസം വിയേഴ്സ് റിയാലിറ്റി. ദ പോയം ഹൈലൈറ്റ്സ് ദ ഡിസ്കണക്ട് ബിറ്റ്വീൻ ദോസ് who talk about war from a safe distance and the soldier experiencing it. The family uses the war as an opportunity to perform their patriotism and prove their virtue at the expense of the soldier's safety. അതായത് ദേശസ്നേഹവും യാഥാർത്ഥ്യവും ആണ് പറയുന്നത്. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും അത് അനുഭവിക്കുന്ന സൈനികരും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തുന്നതിനെയാണ് ഈ കവിത എടുത്തു കാണിക്കുന്നത്. സൈനികൻ്റെ സുരക്ഷയെ ബലി കഴിച്ച് തങ്ങളുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കാനും അവരുടെ പുണ്യം തെളിയിക്കാനുമുള്ള അവസരമായി കുടുംബം ഈ യുദ്ധത്തെ ഉപയോഗിക്കുന്നു. കംഫർട്ട് ഇൻ റൊമാൻസ്. പ്രണയത്തിലെ ആശ്വാസം. While lying in the mud, the speaker escapes the brutality of the trenches by daydreaming of his lover's physical presence. ചെളിയിൽ കിടക്കുമ്പോഴും കാമുകിയുടെ ശാരീരിക സാന്നിധ്യം, അതായത് അവളുടെ പുഞ്ചിരി, കണ്ണുകൾ, കാൽമുട്ടുകൾ എന്നിവ ദിവാസ്വപ്നം കൊണ്ട് പ്രഭാഷകൻ കിടങ്ങുകളുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. The meaning of etc. Cummings repeats the word etc. throughout the poem to serve a few distinct purposes. വ്യത്യസ്തമായ ചില ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനായി കമ്മിങ്സ് ഈ കവിതയിലുടനീളം എറ്റ്സെട്ര എന്ന വാക്ക് ആവർത്തിക്കുന്നു. ഡിസ്മിസൽ. It acts as a dismissive filler word that undercuts the family's grand speeches about courage and duty. പിരിച്ചുവിടലിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ധൈര്യത്തെയും കടമയെയും കുറിച്ചുള്ള കുടുംബത്തിൻ്റെ മഹത്തായ പ്രസംഗങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഒരു നിരസിക്കൽ ഫില്ലർ പദമായി ഇത് പ്രവർത്തിക്കുന്നു. ടാബു ഇവാഷൻ. ഇൻ ദ ഫൈനൽ ലൈൻ, യുവർ എറ്റ്സെട്ര ഈസ് യൂസ്ഡ് ആസ് noun to substitute for private, intimate details about his lover that he deliberately keeps hidden from the public and his family. അവസാന വരിയിൽ നിങ്ങളുടെ എറ്റ്സെട്ര എന്നത് തൻ്റെ കാമുകനെക്കുറിച്ചുള്ള സ്വകാര്യവും അടുപ്പമുള്ളതുമായ വിശദാംശങ്ങൾക്ക് പകരമായി ഒരു നാമമായി മാത്രം ഉപയോഗിക്കുന്നു. അത് അയാൾ പൊതുജനങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്നും മനഃപൂർവ്വം മറച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി സ്റ്റൈലിസ്റ്റിക് ഡിവിസസ് നോക്കാം.
Cummings uses his signature experimental typography and punctuation to emphasize the chaotic nature of the poem. കവിതയുടെ കുഴപ്പം പിടിച്ച സ്വഭാവം ഊന്നി പറയാൻ കമ്മിങ്സ് തൻ്റെ സിഗ്നേച്ചർ പരീക്ഷണാത്മക ടൈപ്പോഗ്രഫിയും വിരാമചിഹ്നവും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എൻജാംപ്മെൻറ്റ് ആൻഡ് റൺ-ഓൺസ്. The poem contains almost no punctuation and no full stop, representing a soldier's continuous, uninterrupted and overwhelming stream of consciousness. കവിതയിൽ ഏതാണ്ട് വിരാമചിഹ്നങ്ങളോ പൂർണ്ണ വിരാമങ്ങളോ ഇല്ല. ഇത് ഒരു സൈനികൻ്റെ തുടർച്ചയായ തടസ്സമില്ലാത്ത അതിരുകടന്ന ബോധപ്രവാഹത്തെ പ്രതിനിധീകരിക്കുന്നു. Parentheses. The thoughts that the soldier focuses on while dreaming of his lover are enclosed in parentheses, physically isolating his private joy from the rest of the world and the harshness of the war. തൻ്റെ കാമുകിയെ സ്വപ്നം കാണുമ്പോൾ പട്ടാളക്കാരൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിന്തകൾ പാരന്തസീസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവൻ്റെ സ്വകാര്യ സന്തോഷത്തെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും യുദ്ധത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും ശാരീരികമായി ഒറ്റപ്പെടുത്തുന്നു. അടുത്തത് ലോവർ കേസ് ലെറ്റേഴ്സ്. ഓൾമോസ്റ്റ് ദ എൻറ്റയർ പോയം ഈസ് റിട്ടൺ ഇൻ ലോവർ കേസ്, stripping away the traditional importance given to grand abstract words like war, father and country. യുദ്ധം, പിതാവ്, രാജ്യം തുടങ്ങിയ മഹത്തായ അമൂർത്ത പദങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരമ്പരാഗത പ്രാധാന്യം ഇല്ലാതാക്കിക്കൊണ്ട് മിക്കവാറും മുഴുവൻ കവിതയും ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൽ പറയുന്നത് ഒരു പട്ടാളക്കാരനെ അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെ ചിന്തിക്കുന്നു എന്നതോ അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നതുമാണ് പറയുന്നത്. പട്ടാളക്കാരൻ്റെ കുടുംബം അദ്ദേഹം കാരണം അഭിമാനിക്കുകയാണ്. തങ്ങളുടെ ദേശത്തിന് വേണ്ടി ഒരു കടമ നിർവഹിച്ചു എന്ന മട്ടിലാണ് അവരുടെ രീതി നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ അദ്ദേഹം ഈ യുദ്ധത്തിൽ നിന്നൊക്കെ മൈൻഡ് മാറ്റി അദ്ദേഹത്തിൻ്റെ കാമുകിയെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നവരും അതനുഭവിക്കുന്ന സൈനികനും തമ്മിലുള്ള ബന്ധമാണ് ഈ കവിതയിൽ കാണിക്കുന്നത്. സൈനികൻ്റെ സുരക്ഷയെ ബലി കഴിച്ച് തങ്ങളുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കാനും അവരുടെ പുണ്യം തെളിയിക്കാനുള്ള അവസരമായി ഇത് ആ സൈനികൻ്റെ കുടുംബക്കാരെ ഉപയോഗിക്കുന്നു. എന്നാൽ ചെളിയിൽ കിടക്കുമ്പോൾ വരെ സൈനികന് തൻ്റെ കാമുകിയുടെ ശാരീരിക സാന്നിധ്യം ആസ്വദിക്കുകയാണ്. അതായത് ദിവാസ്വപ്നം കണ്ട് കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.